Good morning. In this video, we will discuss about the Fabry-Perot interferometer. This device is invented by scientists Charles Fabry and Alfred Perot. And its main aim is to measure wavelength with high precision and to study the fine structures of spectra using multiple beam interference. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ബീം ഇൻ്റർഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് തിൻ മിറേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ അതിൽ നടക്കുന്ന ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ബീമിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റർഫറൻസ് അത് നമ്മൾ സ്റ്റഡി ചെയ്യുക. ആ സെയിം ഫിനോമിനൻ തന്നെ ഒരു ഡിവൈസ് ആയിട്ട് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബീം ഇൻ്റർഫറൻസ് തന്നെയാണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിവൈസ് കൺസ്ട്രക്ട് ചെയ്യുക. ദാറ്റ്സ് കോൾഡ് Fabry-Perot interferometer. Then next അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. Fabry-Perot interferometer consists of two flat partially reflecting plates, usually made up of glass or quartz, which are parallel and closely spaced. Light bounces between these plates, creating multiple recorded beams that interfere with each other. This interference creates bright and dark fringes depending on wavelength and spacing. അപ്പോൾ അതിൻ്റെ ഫിഗർ ഞാൻ കാണിക്കാട്ടോ. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റത് പറഞ്ഞ പോലെ തന്നെ ടു തിൻ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള മിറേഴ്സ് എടുത്തിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള പ്ലേറ്റ്സ് എടുത്തു. പാരലൽ പ്ലേറ്റ്സ് ആണ്. ദേ ആർ ക്ലോസ്ലി സ്പേസ്ഡ്. ആൻഡ് ലൈറ്റ് എന്ത് ചെയ്യും, ഈ പ്ലേറ്റിൽ വന്നിട്ട് ബൗൺസ് ചെയ്യും. ദെൻ അവിടെ നമുക്ക് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ഇൻ്റർഫറൻസ് ഒക്യൂർ ചെയ്യും. ദെൻ ഇത് നമ്മളൊരു ഡിറ്റക്ടർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും. ദെൻ ഇതിന് കിട്ടുന്ന ഇൻ്റർഫറൻസ് പാറ്റേൺസിൽ നമ്മൾ സ്റ്റഡി ചെയ്യും. അത്രയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ബേസിക് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇനി നമുക്ക് ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള സ്പേസസ് വേരി ചെയ്യാം, അല്ലെങ്കിൽ ഫിക്സ് ആക്കിയിട്ട് വെക്കാം. വേരി ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഇൻ്റർഫെറോമീറ്റർ. ആൻഡ് ആ സ്പേസിങ് ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് എറ്റലോൺ. ആ ടേം ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഷാർപ്പ് ഫ്രിഞ്ചസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വി വിൽ യൂസ് ഫ്ലാറ്റ് ആൻഡ് പാരലൽ പ്ലേറ്റ്സ്. അപ്പോൾ ഫ്ലാറ്റ് ആൻഡ് പാരലൽ പ്ലേറ്റ്സ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്രയും ഷാർപ്പായിട്ടുള്ള ഫ്രിഞ്ചസ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഫസ്റ്റ് വൺ ഇൻഡിക്കേറ്റിംഗ് എ Fabry-Perot എറ്റ്ലോൺ. അപ്പോൾ മെയിനായിട്ട് ഒരു ബ്രോഡ് സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു കൊളിമേറ്റിംഗ് ലെൻസ് ഉണ്ട്, ദെൻ Fabry-Perot നമ്മുടെ രണ്ട് പാരലൽ പ്ലേറ്റ്സ്, ഒരു ഫോക്കസിങ് ലെൻസ്, ഒരു പ്ലെയിന്, ഫൈനലി നമുക്ക് കിട്ടുന്ന ഫ്രിഞ്ചസ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. The interferometer is usually mounted between a collimating lens and a focusing lens. ഫസ്റ്റ് വൺ ഒരു കൊളിമേറ്റിംഗ് ലെൻസ് ഉണ്ട്, ദെൻ നമ്മുടെ പ്ലേറ്റ്സ്, അത് കഴിഞ്ഞാൽ ഫോക്കസിംഗ് ലെൻസ്. ഇഫ് എ ബ്രോഡ് സോഴ്സ് ഓഫ് ലൈറ്റ്സ് ഈസ് യൂസ്ഡ്, ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് ഇൻ ദി ഫോം ഓഫ് കോൺസെൻട്രിക് സർക്കുലർ റിംഗ്സ് അപ്പിയർ ഇൻ ദി ഫോക്കൽ പ്ലെയിൻ ഓഫ് ദി ഫോക്കസിംഗ് ലെൻസ്. നമ്മളൊരു ബ്രോഡായിട്ടുള്ള സോഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ബ്രോഡായിട്ടുള്ള ഒരു സോഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫോക്കൽ പ്ലെയിനിൽ എന്ത് ചെയ്യും, നമ്മുടെ ഇൻ്റർഫറൻസ് പാറ്റേൺസ്, സർക്കുലർ ഫ്രിഞ്ചസ് എന്ത് ചെയ്യും, അപ്പിയർ ആവും. ദീസ് റിംഗ്സ് മേ ബി ഒബ്സർവ് വിഷ്വലി ഓർ ഫോട്ടോഗ്രാഫഡ്. എ ഗിവൺ റിംഗ് കറസ്പോണ്ട് ടു എ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് തീറ്റ ആൻഡ് ദി സർക്കുലർ ഫ്രിഞ്ചസ് ആർ കോൾഡ് ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് തീറ്റയിലുള്ള സർക്കുലർ ഫ്രിഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ബേസിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു ബ്രോഡ് സോഴ്സിൽ നിന്നും കൊളിമേറ്റിംഗ് ലെൻസിലോട്ട്, അത് കഴിഞ്ഞ് നമ്മുടെ പ്ലേറ്റ്സ്, ദെൻ ഫോക്കസിങ് ലെൻസ്, അതിൽ നിന്ന് ഫോക്കൽ പ്ലെയിനിൽ നമുക്ക് ഒരു ഫോട്ടോഗ്രാഫിക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റിങ്സ് ഫോം ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് രണ്ടാമത് കൊടുത്തുള്ള ഫിഗർ ഒരു സ്കാനിങ് ഇൻ്റർഫെറോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റർഫെറോമീറ്ററിനെ വേറെ രീതിയിലും കൂടെ യൂസ് ചെയ്യാം. ദാറ്റ്സ് കോൾഡ് സ്കാനിങ് മെത്തേഡ്. ഇതിലുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു പോയിന്റ് സോഴ്സ് ആണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ബ്രോഡ് സോഴ്സ് എടുത്തിരുന്നു, ഇവിടെ ചേഞ്ച് ഒരു പോയിന്റ് സോഴ്സ് ആണ് നമ്മളിവിടെ എടുക്കുന്നത് എന്നുള്ളത്. ഒരു പിൻ ഹോൾ അറേഞ്ച്മെന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. But then the source is placed so that only one spot, the center of the ring system, appears at exit focal plane. അപ്പോൾ
ഇതിനകത്ത് നമ്മുടെ സ്കാനിങ് മെത്തേഡിൽ നമ്മൾ ഒരു പോയിന്റ് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന നമ്മളെ തീറ്റ ഈക്വൽ ടു 0 വരുന്ന പോയിന്റിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ആ ഹോൾ റിങ്സ് ഉണ്ടായിരിക്കില്ല, അതിന്റെ സെന്റർ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് ഇൻ സ്കാനിങ് മെത്തേഡ്. ആൻഡ് ഇതിന്റെ സെപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേറ്റ്സിന്റെ സെപ്പറേഷൻ നമുക്ക് വേരി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എയർ പ്രഷർ ചേഞ്ച് ചെയ്തിട്ടൊക്കെ സ്പേസിങ് ആ പ്ലേറ്റ്സുകൾ തമ്മിലുള്ള സ്പേസിങ് ചേഞ്ച് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ മെത്തേഡ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ സ്പേസിങ് റീഅറേഞ്ച് ചെയ്യാം. ദെൻ വി വിൽ ഗെറ്റ് എ പാറ്റേൺ. We will get a graph intensity vs optical path difference. Okay, then നമ്മൾ ഇനി അടുത്തത് രണ്ട് അഡ്ജസ്റ്റന്റ് ട്രാൻസ്മിഷൻ പീക്സ്, ആ ഫ്രിഞ്ചസിന്റെ രണ്ട് അഡ്ജസ്റ്റന്റ് പീക്സുകൾ തമ്മിലുള്ള ഫ്രീക്വൻസി സ്പേസിങ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വി നോ, നമ്മൾ ആദ്യം ഈക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ ഈക്വൽ ടു 4π/λ ND cos തീറ്റ ആൻഡ് വിച്ച് ക്യാൻ ബി ഈക്വൽ ടു 2π, ദാറ്റ് ഇസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ്. അപ്പോൾ 2πn ഉണ്ട്, 2πn നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനകത്ത് വേവ് ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി എക്സ്പ്രഷൻ 2ND cos θ/n. ദെൻ വി നോ ന്യൂ ഫ്രീക്വൻസി ഈക്വൽ ടു c/λ. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് cn/2ND cos θ. ദെൻ ന്യൂ ഈക്വൽ ടു cn/2ND cos θ. ഓക്കെ, ന്യൂ ഈക്വൽ ടു cn/2ND cos θ. ദെൻ നമ്മൾ ആ രണ്ട് സക്സസീവ് പീക്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ µn+1 ആൻഡ് µn തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ വി വിൽ ഗെറ്റ് µn+1 മൈനസ് µn ഈക്വൽ ടു c/2ND cos θ. ഓക്കെ, ഇനി തീറ്റ ചെറുതാണ്, സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, cos θ 1 ആയിട്ട് c/2n സിംപ്ലി വി ക്യാൻ റെപ്രസെന്റ് ആസ് µn+1 മൈനസ് µn ഈക്വൽ ടു c/2ND. ഓക്കെ.